ബേബ്സ് വെൽക്കം ബാക്ക്. പിറ്റ് ബേബിന്റെ സെക്കൻഡ് എപ്പിസോഡിന്റെ തുടക്കത്തില് ടോണിനെ ഇന്റർവ്യൂ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങേര് വലിയൊരു ബിസിനസ്മാൻ ആണ്. പക്ഷെ റേസിംഗ് ഇൻഡസ്ട്രിയില് ഇതുവരേക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. എന്തിനിപ്പോ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങേരാണെങ്കിൽ നല്ല ഉദ്ദേശത്തോടെ ഒരുപാട് നല്ല റേസേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ അങ്ങേരുടെയും ബിസിനസ് ഇൻക്രീസ് ആവും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്യാവശ്യം നല്ലവനെ കണക്ക് കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതേ സമയത്ത് ഈ ഒരു ന്യൂസ് നമ്മുടെ വേയും അലനും പിറ്റ് ബേബും കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിലവില് എക്സെൻഡർ ആണല്ലോ മുന്നേക്കുന്നത്, അതായത് നമ്മുടെ ബേബിന്റെ ടീം. പക്ഷേ ഇപ്പൊ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടോണി നടത്തിയത് കൊണ്ട് റെഡ് റേസിംഗ് ഇവരുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. അതാണ് വേയ്ക്ക് ഇത്ര ടെൻഷൻ. പക്ഷെ ബേബിന് വലിയ ടെൻഷനൊന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ടോണി ഉണ്ടല്ലോ, അത് നമ്മുടെ ബേബിന്റെ അച്ഛനാണ്. വില്ലന്മാരെ പോലെ ബേബിനെ അടിമുടി തകർക്കണമെന്ന് വിചാരിക്കുന്ന ഇങ്ങേരാണോ അച്ഛൻ എന്ന് നമ്മൾ ആലോചിച്ചേക്കാം. ആക്ച്വലി അയാള് നമ്മുടെ ബേബിന്റെ സ്വന്തം അച്ഛനല്ല, വളർത്തച്ഛനാണ്. അങ്ങേര് എന്താണോ പറയുന്നത് അതിവൻ ചെയ്യണം. അതിനവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ടോണി അഡോപ്റ്റ് ചെയ്ത പിള്ളേരില് ഒരു കുട്ടി മാത്രമാണ് ബേബ്. അതുകൊണ്ട് തന്നെ അങ്ങേർക്ക് ഇവനില് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലതാനും. ഒരു വിധത്തിൽ പറഞ്ഞാല് അങ്ങേര് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് നന്നായി. എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാണിച്ചു കൊടുക്കാലോ എന്ന് ബേബ് വേന്റെ അടുത്തും അലന്റെ അടുത്തും പറയുന്നുണ്ട്. നീ ടാലന്റഡ് ആണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പറയണമെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, ഞാൻ അതിന് എപ്പോഴും ഉണ്ടാവും എന്ന് വേ പറയുന്നുണ്ട്. ഇത് വേ പറയുന്ന സമയത്ത് ബേബിന്റെ അടുത്തുള്ള അവന്റെ ഇഷ്ടം ആ കണ്ണിലിങ്ങനെ തുളുമ്പി നിൽക്കാണ്. നമ്മൾ വരെ ഭയങ്കര ഫീൽ ആയിട്ടാണ് നിൽക്കുന്നത്. ബേബാണെങ്കിലും കുറച്ചു നേരം വേനെ തന്നെ നോക്കുന്നുണ്ട്. ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് പറയുന്നത് ഇവരുടെ ടീമിലെ രണ്ടുപേരും കൂടെ റിസൈൻ ചെയ്ത് പോയിന്ന്. ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് കാരണം ടോണി ഇവരെയൊക്കെ വില കൊടുത്ത് വാങ്ങുന്നതാണ്. ഇവരുടെ ടീമിന്റെ സ്ട്രെങ്ത് പറഞ്ഞുകൊണ്ടിരിക്കാണ് വേറെയും കുറെ ടീമിൽ നിന്ന് ടാലന്റഡ് ആയവരെ ടോണി വിലക്കെടുക്കുന്നുണ്ട്. റേസേഴ്സിനെ മാത്രമല്ല ടെക്നിക്കൽ ടീമിന് വരെ ടോണി പണം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ബേബ് ആകെപ്പാടെ പ്രാന്ത് പിടിച്ചാണ് നിൽക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തന്നെ എന്തോ കാര്യമായിട്ട് ബേബ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിത്ര നേരത്തെ എണീറ്റിയെന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് ചാർലി വരുവാണ്. ഒരു കാര്യം ആലോചിക്കാനുണ്ടായിരുന്നു, നീ പെട്ടെന്ന് റെഡി ആവുക, നമുക്ക് ഗ്യാരേജിൽ പോവാന്ന് ബേബ്. ഇന്ന് വരാൻ പറ്റത്തില്ല, എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് എന്ന് ചാർലി പറയുമ്പം നീ ഇന്ന് ഫ്രീ ആണെന്നല്ലേ നൈറ്റ് പറഞ്ഞത് എന്ന് ബേബ് തിരിച്ചു ചോദിക്കുകയാണ്. മറന്നുപോയതാണ്, ചെറിയൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് എന്ന് അവൻ പറയാണ്. നീ ഏത് സമയത്ത് വന്നാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ വന്നാലും വന്നില്ലേലും കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ബേബ് നിൽക്കുന്നത്. ഓ ശരിക്കും അങ്ങനെയാണോ, ഞാൻ വിചാരിച്ചു നീ എന്നെ മിസ് ചെയ്യും എന്ന് ചാർലി പറയാണ്. രാത്രി ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ വരണമെന്ന് ബേബ്. ഓക്കെ, മീറ്റിംഗ് കഴിഞ്ഞ വഴി ഞാൻ വന്നേക്കാം, ഇപ്പൊ പോയിട്ട് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് അവൻ ലേശം അങ്ങ് മാറുമ്പോഴേക്കും ഫോണിൽ എന്തോ വരുന്നുണ്ട്. അത് കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്തും നമ്മുടെ ബേബ് കാര്യമായിട്ട് എന്തോ ചിന്തിച്ചിരിക്കാണ്. ചാർലി ആരെയോ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മിക്കവാറും അന്ന് കോൾ ചെയ്ത് ബേബിന്റെ ഇൻഫർമേഷൻസ് പറയാൻ പറഞ്ഞില്ലേ, അയാളായിരിക്കണം. ഇവിടെ ടോണിക്കാണെങ്കിൽ ആ ഒരു റേസിംഗിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ 15% സ്റ്റോക്കും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. ആ പൈസ വേറൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റെഡ് റേസിംഗിന്റെ ഓണർ ആയിട്ടുള്ള ജെയിംസ് ഫോറിനീന്ന് ആൾക്കാർ, അതായത് റേസേഴ്സിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും ഡീറ്റെയിൽസും കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെ ടോണി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവരങ്ങനെ പുറത്തുനിന്ന് വരെ ആളിറക്കിയിട്ടുള്ള കളിയാണ് ഉദ്ദേശിക്കുന്നത്. ചാർലി ആണെങ്കിൽ തിരിച്ചു വരുന്നത് ബേബ് കോൾ ചെയ്തതിന് ശേഷമാണ്. അതിന്റെ പേരില് ബേബ് കുറച്ച് കൊതുകുത്തിയാണ് ഇരിക്കുന്നത്. 4 മണിക്കൂറേ ആകെപ്പാടെ ചാർലി പുറത്തു പോയിട്ടുള്ളൂ. 4 മണിക്കൂർ പോലും ആയിട്ടില്ല. ബേബിന്റെ ചെക്കനായിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോഴേക്കും നീ നിന്റെ തനി കൊണം കാണിക്കുവാണല്ലേ, ഇങ്ങനെ പോയാൽ ഈ ഒരു എഗ്രിമെന്റ് ക്യാൻസൽ ആക്കേണ്ടി വരും എന്നൊക്കെയാണ് ബേബ് പറഞ്ഞു കൊടുക്കുന്നത്. എഡിറ്റിങ്ങിന് നിനക്ക് 40,000 ബക്സ് ആണ് കിട്ടുക, എൻ്റെ കാറിൻ്റെ വില 4 മില്യൺ ആണ്, ഏതാ വേണ്ടതെന്ന് നീ തീരുമാനിക്കുന്ന പറഞ്ഞ് ഒരുമാതിരി കൊതുകുത്തിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ച് കൊഞ്ചൊക്കെ ചാർലി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബേബാണെങ്കിൽ 50 മില്യൺ അടുക്കില്ല എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. എണീറ്റ് മാറാൻ നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ മറിഞ്ഞു കെട്ടി വീഴുവാണ്. പിന്നെ അവിടുന്ന് അതൊക്കെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ X100 ടീമിന്റെ ക്യാരേജിലാണെങ്കിൽ റിപ്പയർമാൻസ് ഇല്ല. എല്ലാവർക്കും 3 ഇരട്ടി പൈസ കൊടുത്ത് ടോണി അവരുടെ വശത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഒരു കാറിന്റെ എഞ്ചിൻ ആണെങ്കിൽ ട്യൂൺ ചെയ്യണം, പക്ഷെ ആളില്ലാണ്ട് ഇവരാകപ്പെടെ പെട്ടിരിക്കുന്ന സമയത്താണ് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ അലനിങ്ങനെ റിപ്പയർമാനിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഈ പയ്യൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ പയ്യൻ നിൽക്കുന്നത്. പക്ഷെ റെസ്യൂം എടുത്ത് നോക്കുമ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടെ ഞാൻ മാനേജ് ചെയ്തോളാന്നാണ് ആ പയ്യൻ പറയുന്നത്.
പക്ഷെ അലൻ പറയുന്നു റേസേഴ്സിൻ്റെ കൂടെ തന്നെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെയാണ് നമുക്ക് ആവശ്യമെന്ന്. ആ പയ്യനാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലി വേണമെന്ന് നിർബന്ധമാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് വേണമെങ്കിലും ചെയ്തു തരാം, ഒരു ട്രെയിനി ആയിട്ട് നിൽക്കാന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. അവൻ്റെ കഴിവിൽ വിശ്വാസമായ മാത്രം ജോലി തന്നാൽ മതിയെന്ന്. ഒന്നാമത് ഇവർക്ക് റിപ്പയേഴ്സിന് ആവശ്യമുണ്ട്, പോരാത്തിന് ഈ പയ്യൻ തന്നെ ഫ്രീ ആയിട്ട് വന്ന് വർക്ക് ചെയ്യാന്ന് പറയുമ്പം ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നാണ്. പക്ഷെ അലനാണ് കുറച്ച് ബുദ്ധിമുട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ പയ്യൻ പറയുന്നു നേരത്തെ ഇവർ ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാറുണ്ടല്ലോ, ആ കാറിൻ്റെ എൻജിൻ പവർ നന്നായിട്ട് ഇൻക്രീസ് ചെയ്ത് തരാമെന്ന്. അത് ചെയ്യുവാണെങ്കിൽ ട്രെയിനി ആയിട്ട് ജോലിക്ക് എടുക്കണം എന്ന് പറയാണ്. ആ ശരിയെന്ന് പറഞ്ഞ് ഒരവസരം കൊടുക്കുന്നുണ്ട്. നോക്കുമ്പം ആ പയ്യൻ നന്നായിട്ട് ട്യൂൺ ചെയ്ത് എൻജിൻ പവർ നന്നായിട്ട് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതും ഇവിടെ ഉണ്ടായിരുന്ന റിപ്പയേഴ്സിനെക്കാട്ടൊക്കെ ബെറ്ററാണ് ഈ പയ്യൻ. അലനാണ് എക്സ്100ന്റെ ഓണർ. അവനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവാണ്. നല്ലൊരു റിപ്പയറിനാണല്ലോ കിട്ടിയേക്കുന്നത്. ആ പയ്യൻ്റെ പേര് ജെഫ് എന്നാണെന്ന് പറയുന്നുണ്ട്. അലനാണെങ്കിൽ കൈ കൊടുത്ത് പരിചയപ്പെടാൻ വരുമ്പം എനിക്ക് ജെംസിനെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ആർക്കും കൈ കൊടുക്കാറില്ലെന്ന് ആ പയ്യൻ. ഇന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങണമെന്ന് ജെഫ് ചോദിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് അലനും. ഒരു ജോലി അല്ലാതെ മറ്റ് പല തരത്തിലുള്ള ജോലി ഉണ്ടല്ലോ, അതിങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ തരേണ്ടി വരും എന്ന് പറയാണ്. നിന്നെപ്പോലെ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ആളെ കൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല സാലറിയിൽ തന്നെ നിനക്കിവിടെ ജോബുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമെന്ന് നമ്മുടെ അലനും പറയുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ബേബും ചാർലിയും കൂടെ വരുന്നത്. ചാർലി ജെഫിനെ കണ്ടിട്ട് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, അവനിന്ന് കഫേയിൽ ഒരാളെ കാണാൻ വേണ്ടി പോയായിരുന്നല്ലോ, അത് ജെഫിനെയാണ്. അപ്പോൾ ഇവന്മാർ രണ്ടും സ്പൈ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ അലനാണെങ്കിൽ ജെഫിൻ്റെ ആ ഒരു സ്കില്ല് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ബേബ് ഒരുമാതിരി ലുക്ക് കൊടുക്കുന്ന കണ്ടിട്ട് എടാ എൻ്റെ മാത്രം അഭിപ്രായമല്ല, കാര്യമായിട്ട് വെയ്യോ അവനെ പാസ് ചെയ്തെയാണ്, നല്ല കഴിവുള്ള പയ്യനാണ് എന്ന് അലൻ. അത് ശരിയാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വെയ്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് ബേബും. അലൻ ജെഫിൻ്റെ തോളത്തേക്ക് കൈയിടാൻ നോക്കുമ്പോഴേക്കും അവനാണെങ്കിൽ നൈസായിട്ട് മാറി നിൽക്കുവാണ്. ജെഫ് ആണെങ്കിൽ അലൻ്റെ കൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചാർലീനെ നന്നായിട്ടൊന്ന് നോക്കിയിട്ടാണ് പോകുന്നത്. അലനാണെങ്കിൽ ജെഫിൻ്റെ അടുത്ത് നമ്മളൊരു ഫാമിലി പോലെയാണ്, ആദ്യം നീ ടീമിനെ പരിചയപ്പെടുന്നോ അതോ ഫുള്ളായിട്ട് ചുറ്റി കാണുന്നോന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ സമയത്തൊക്കെ ജെഫ് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് നീ എപ്പോഴും ഇങ്ങനെ സൈലൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ജെഫും. അലനാണെങ്കിൽ അവനെയും കൂട്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് കാണുന്ന ബാക്കി എല്ലാവരും ആണെങ്കിൽ ജെഫിനെ അലനിങ്ങനെ തലയിൽ കയറ്റി വെച്ചേക്കുവാണല്ലോ. ആകെപ്പാടെ ഇവൻ ഇതിനു മുന്നേ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചത് നമ്മുടെ ബേബിനെയാണ്. ഇനിയിപ്പോൾ ഈ പയ്യൻ ഒരു സാവേജ് പോയി ആയി പോവോ എന്നൊക്കെ പറഞ്ഞാണ് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സീസണിലെ റേസിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, എല്ലാവരും അതിനെ സഹകരിക്കണം എന്നൊക്കെ നമ്മുടെ അലൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ ബേബ് ഭയങ്കരമായിട്ട് കലിപ്പിലിരിക്കുവാണ്. ജലസ് ആയിട്ടാണെന്ന് പറഞ്ഞ് നോർത്ത് നന്നായിട്ടിരുന്ന് കളിയാക്കുന്നുണ്ട്. ഞാൻ ജലസ് ഒന്നല്ലെന്ന് പറഞ്ഞ് അവനും. ഒരു പരിധി വരെയും അത് ശരിയാണ്, കാരണം ബേബ് ചാർലിയും നമ്മുടെ ജെഫും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇരിക്കുന്നത്. നോർത്താണെങ്കിൽ അടങ്ങിയിരിക്കാണ്ട് വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികം സംസാരിക്കാത്ത ജെഫ് ബേബിന്റെ ചെക്കൻ്റെ അടുത്ത് നന്നായിട്ട് മിങ്കിളാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. വെറുതെ അങ്ങനെ ടീസ് ചെയ്യുന്നതിന് നോർത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, സാധാരണയായിട്ട് അവൻ എപ്പോഴും എല്ലാവരും ഇങ്ങനെ ടീസ് ചെയ്യുന്നല്ലേ, നിനക്ക് അപ്പോൾ ഒന്നും കുഴപ്പമില്ലല്ലോ, ഇന്നെന്താ പറ്റിയെന്ന്. ദേഷ്യമൊന്നല്ല, ഫ്രസ്ട്രേറ്റഡ് ആണ് എന്ന് ബേബ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ കൂടെ ഒരു റൈഡിന് വാ, അതും അല്ലെങ്കിൽ നിനക്ക് ഞാൻ പുതിയൊരു ചെക്കനെ സെറ്റാക്കി തരാം, ചാർലീനെ ഒഴിവാക്കാം, എപ്പോഴത്തെ പോലെ തന്നെ എന്ന് പറയാണ്. പക്ഷെ അതിന് ബേബ് സമ്മതിക്കുന്നില്ല. ജെഫ് ഇവിടെ വർക്കിന് വരുന്ന കാര്യം ചാർലീൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവന്മാർ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാർ കാര്യമായിട്ട് എന്തിനോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബേബിനെ സ്പൈ ചെയ്യാനാണോ അതോ ടോണിൻ്റെ കൂടെയുള്ള ആളാണോ ഒന്നും പിടികിട്ടുന്നില്ല. അടുത്ത സീനിൽ നമ്മുടെ ചാർലി ബേബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബേബ് അതിലെ വരുന്നുണ്ട്, ചാർലിനെ കാണുന്നുണ്ട്, പക്ഷെ മൈൻഡ് കണ്ടുപോവാണ്. എന്ത് പറ്റി, ദേഷ്യമാണോ, ആരാ നിന്നെ ദേഷ്യം പിടിപ്പിച്ചത് എന്നൊക്കെ ചാർലി ചോദിക്കുന്ന സമയത്ത് ആർക്കും അതിന് മാത്രം ധൈര്യം ഉള്ളത് എന്ന് ബേബ്. അപ്പം നീ ജലസാണോന്ന് ചോദിക്കുമ്പം ഞാനെന്തിനാ ജലസാവുന്നത്, നിനക്ക് നോർത്തിനും പ്രാന്താണ്, നമ്മൾ റിലേഷൻഷിപ്പിലെ പോലെയല്ല, പിന്നെ എന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത്, ആകെപ്പാടെ നമ്മൾ തമ്മിലുള്ളത് ഒരു ബിസിനസ് മാത്രമാണ്, അതിൽ മറ്റൊരാളുടെ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിക്കാണ് നമ്മുടെ ബേബ് പറയുന്നത്. പക്ഷെ കണ്ടിട്ട് ജലസാണെന്നാണല്ലോ തോന്നുന്നതെന്ന് ചാർലി. ജെഫിൻ്റെ അടുത്ത് ഇത്രമാത്രം സംസാരിക്കാനോ നിനക്ക് എന്തോ ഉള്ളത്, നിങ്ങൾ മുന്നേ പരിചയമുണ്ടോ എന്ന് ബേബ് ചോദിക്കുകയാണ്.
പരിചയമൊന്നുമില്ല, ഞങ്ങൾ സെയിം ഏജ് അല്ലേ, അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ട് അവൻ എൻ്റെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ചാർലി പറയാണ്. ബേബിന് ഇഷ്ടമല്ലെങ്കിൽ ഇനി അത് ചെയ്യുന്നില്ലെന്നും പറയുന്നുണ്ട്. അതാ നിനക്ക് നല്ലതെന്ന് ബേബും. ഇത് കണ്ടാലേ അറിയാം ബേബ് തീരെ ജലസ് അല്ലെന്ന്. ബേബ് ചാർലിനെയും കൂട്ടിയിട്ട് ജിമ്മിലേക്ക് വരാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് പ്രാക്ടീസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ബേബിൻ്റെ ട്രെയിനിങ് വരാത്തതുകൊണ്ട് പാർട്ട്ണറായിട്ട് ചാർലി വേണം നിൽക്കാൻ. പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വന്നും പറഞ്ഞ് ഇവർ നിൽക്കുന്ന സമയത്താണ് വിന്നർ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണുന്നത്. ഇവനാണെങ്കിൽ ബേബിനെ കണ്ടാൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. റെഡ് റേസിംഗ് ടീം കൊറിയന്ന് ഒരു പയ്യനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട്. ആ പയ്യനെ കാണിച്ച് ഇവനെ ബീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിനക്ക് ഞാൻ 2 ഇരട്ടി പൈസ തരാം, അല്ലെങ്കിൽ നിന്റെ കാറ് ഞാൻ എടുക്കുന്നു പറഞ്ഞ് പിന്നെയും ബേബിൻ്റെ അടുത്ത് ബെറ്റ് വെക്കുവാണ്. അന്ന് എൻ്റെ അടുത്ത് തോറ്റതൊന്നും മതിയായില്ലേ എന്ന് ബേബ് ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ വലിയ താല്പര്യമില്ല. പക്ഷെ ഇവനാണെങ്കിൽ നിനക്ക് എന്താ ധൈര്യമില്ലേ എന്ന് പറഞ്ഞ് ഒരുമാതിരി പറയുന്ന സമയത്ത് ഇത് നമ്മുടെ ചാർലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബേബിന് പകരം അവൻ ഫൈറ്റ് ചെയ്യാന്ന് പറയുവാണ്. വിന്നറിന് സമ്മതം, പക്ഷേ ബേബിനാണ് കുറച്ച് പേടി. നേരത്തെ പാർട്ട്ണറായിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബേബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത്, ബോഡിക്ക് അത് ശരിയാവത്തില്ല എന്ന്. ഇക്കാര്യം ബേബിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇത് ചെയ്യാം, തോക്കത്തില്ല, പിന്നെ പോരാത്തതിന് ഞാൻ ബേബിൻ്റെ സെക്കൻഡിലേന്ന് പറയാണ്. അങ്ങനെ ബേബും സമ്മതിക്കുന്നുണ്ട്. കൊറിയെന്നുള്ള കിമ്മും നമ്മുടെ ചാർലിയും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. ചാർലിക്ക് ഒരുപാട് അടി കിട്ടുന്നുണ്ട്, തിരിച്ചുറച്ചോ കൊടുക്കുന്നുണ്ട്. ബേബ് ചാർലിനെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പം ചാർലിയാണ് അതിൽ ജയിക്കുന്നത്. ബേബിനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആള് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. വിന്നറെ നൈസായിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് എന്തേലും മറന്നോ എന്ന് ചോദിക്കാണ്. അവനങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് വേണ്ട അടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വിന്നർ നോക്കുന്ന സമയത്ത് അവിടെ കിമ്മ ഭയങ്കരമായിട്ട് ചില്ല് ചെയ്തിരിക്കുകയാണ്. തോറ്റിട്ട് വന്നതും പോരാണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് തോറ്റെന്ന് വെച്ചാൽ ചില്ല് ചെയ്യാനിപ്പോൾ എന്താ കുഴപ്പമെന്ന് കിമ്മ്. ഞാൻ അവരെ ഒബ്സർവ് ചെയ്യായിരുന്നു, കുഴപ്പമില്ല, നന്നായിട്ടാണ് കളിക്കുന്നത്, പക്ഷെ ബേബിനെ കുറച്ച് സൂക്ഷിക്കണം എന്നും പറഞ്ഞ് കിമ്മ് വിന്നറിനെ അഡ്വൈസ് ചെയ്യാണ്. അത് അവനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ദേ, മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്, ഞാനാണ് ഇവിടെ മെയിൻ എന്നുള്ള രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. കിമ്മ പ്രത്യേകിച്ചൊന്നും പറയാണ്ട് മൈൻഡാക്കാണ്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് അവനാണെങ്കിൽ കയ്യിൽ പിടിച്ച് വെക്കാണ്. ആ കൈ നേരങ്ങ് തിരിച്ച് അതിനെ ഭിത്തിയിലൂടെ ചേർത്ത് കഴുത്തിന് പിടിച്ചിട്ട് ഇപ്പൊ വിന്നർ പറഞ്ഞതിനൊക്കെ കിമ്മ തിരിച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ ഇത്ര സീരിയസ് ആവുന്നത്? നമ്മൾ രണ്ടും ഒരേ ടീമിലല്ലേ, ബേബിനെ അറ്റാക്ക് ചെയ്യേണ്ടതല്ലേ എന്ന് വിന്നർ. എനിക്ക് ആരുമായിട്ടും സഹകരിക്കാൻ ഒരു താല്പര്യമില്ല, എൻ്റെ ബെസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് കിമ്മ കുറച്ച് ടെററായിട്ട് പറഞ്ഞിട്ട് അറിഞ്ഞു പോവാണ്. വിന്നറിൻ്റെ അവസ്ഥ ഓർത്തിട്ട് ചിരിയാണ് വരുന്നത്. എവിടെ പോയാലും തോൽവി തന്നെ. എന്നാ അടങ്ങിയിരിക്കോ? അതുമില്ല, വെറുതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ആവശ്യമില്ലാത്ത എല്ലാം മേടിച്ചു കൂട്ടുവാണ്. ബേബ് ചാർലിനെയും കൂട്ടിയിട്ട് ബേബിൻ്റെ കാർ കളക്ഷനുള്ള സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അവിടെയാണെങ്കിൽ ഏകദേശം ഒരു 10 കാറുണ്ട്. ഏതായിരുന്നു ഓടിക്കാൻ പോകുന്നതെന്ന് ചാർലി ബേബിൻ്റെ അടുത്ത് ചോദിക്കുമ്പം ഞാനല്ല, നീയാ ഓടിക്കാൻ പോകുന്നതെന്ന് ബേബ്. ഇത് കേട്ടിട്ട് വേ ചോദിക്കുന്നുണ്ട് നീ കാര്യമായിട്ടാണോ പറയുന്നതെന്ന്. അപ്പോൾ ഉണ്ട് ബേബ് ചാർലിൻ്റെ അടുത്ത് പറയുന്നു നിനക്ക് ഏത് കാറാണോ ഇഷ്ടം അതെടുത്തോളാൻ, ഏത് വേണേ എടുക്കാവോന്ന് ചാർലി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കുമ്പം നീ സെലക്ട് ചെയ്യ്, തരണോ വേണ്ടിയോന്ന് ഞാൻ തീരുമാനിക്കാമെന്ന് ബേബും പറയുന്നു. ചാർലി ആണെങ്കിൽ നോക്കിയിട്ട് ഒരു കാറ് സെലക്ട് ചെയ്യാണ്. അത് പറ്റത്തില്ല, അതവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാറാണ്, വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്ന വേറെയാണ്. അതാണ് ബേബിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാറ് എന്ന് ചാർലിക്ക് നന്നായിട്ട് അറിയാം. കാരണം ബേബ് ആദ്യമായിട്ട് ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തത് ഈ ഒരു കാർ വെച്ചിട്ടാണ്. പല അച്ചീവ്മെന്റ്സും കിട്ടാനുള്ള കാരണം തന്നെ ഈ കാറാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് അവൻ ആരെ കൊണ്ട് അത് തൊടിയിക്കാത്തത്, ഞാൻ മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ എന്ന് വേ പറയാണ്. നീ വേറെ ഏതെങ്കിലും പോയി സെലക്ട് ചെയ്യുമെന്ന് വേ പറയുന്ന സമയത്ത് ലേശം നമ്മുടെ ചാർലി അപ്സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ബേബ് പറയാണ് അത് കുഴപ്പമില്ല, അവനത് ഓടിക്കട്ടെ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പുതിയ അടിപൊളി കാറായിരിക്കും സെലക്ട് ചെയ്യുക, പക്ഷെ അവൻ്റെ കണ്ണ് നേരെ ഇതിലേക്കാണ് പോയത്, അവൻ ഓടിക്കട്ടെ എന്ന് പറയാണ്. ഇത് നമ്മുടെ വേയ്ക്ക് ശരിക്കും അറിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. നീ സീരിയസ് ആയിട്ടാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് ബേബും. ഇത് എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാനം കളഞ്ഞേക്കരുത്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഓടിക്കാനെന്ന് ബേബും പറയുന്നുണ്ട്. ഓക്കെ എന്നും പറഞ്ഞ് ചാർലി ഭയങ്കര ഹാപ്പി ആയിട്ട് കാറിൽ കയറിയിരിക്കുന്നു. ബേബി തന്നെയാണ് ചാർലിനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതും. അവൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പേടിയാണ്, ആകെപ്പാടെ ടെൻസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബേബ് നന്നായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇവനാണെങ്കിൽ മര്യാദയ്ക്ക് ഓടിക്കാണ്ട് മര്യാദയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാത്തൊക്കെ കണ്ടിട്ട്
നമ്മുടെ ചെക്കനെ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും നല്ല രീതിക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ബേബി ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവനാണെങ്കിൽ ഇരുന്ന ബേബിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെങ്ങനെ നോക്കിയേക്ക് കണ്ടിട്ട് ബേബി ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നോക്കുന്നേന്ന്. അപ്പൊ പറയാം നീ നല്ല കൂളാണെന്ന്. മണ്ടയ്ക്ക് എന്നൊരെണ്ണം കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ അവര് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് നോക്കിക്കൊണ്ട് നമ്മുടെ വേ ആണെങ്കിൽ വിഷമിച്ചേക്കുന്നുണ്ട്. ബേബ് വേന്റെ കൂടെ ക്ലബിലേക്ക് വരുന്നുണ്ട്. അപ്പം വെറുതെ ചുമ്മാ കവിളില് കിസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വേ പറയുന്നുണ്ട് വെറുതെ നീ ഇങ്ങനെ കിസ്സൊക്കെ ചെയ്തിട്ട് എനിക്കെല്ലോ നിന്റെ അടുത്ത് ഇഷ്ടം തോന്നി എന്താക്കൂന്ന്. അതിനൊന്നും ചാൻസേ ഇല്ല. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നെങ്കിൽ മുന്നേ തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് ബേബ് അതിനെ മറുപടി കൊടുക്കുന്നത്. വേക്ക് ഓൾറെഡി അവന് ഇഷ്ടമാണെന്ന് നമുക്കും വേക്ക് മാത്രമല്ലേ അറിയൂ. ഇന്ന് ചാർലി അവിടെ കൂട്ടിയില്ലേന്ന് വേ ചോദിക്കുന്നുണ്ട്. ഇത് കൊള്ളാം, അവനെ കൂട്ടിയിട്ട് വന്നാല് കംപ്ലൈന്റ്, കൂട്ടിയില്ലെങ്കിൽ ചോദ്യം. കൊള്ളാന്ന് ബേബും ചാർലിയും കൂടെ ഉള്ള ഒരു ഫോട്ടോ ഗോസിപ്പായിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അത് വേയാണ് ഇല്ലാതാക്കിയത്. ബേബ് എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തുന്നോ അതിനനുസരിച്ച് ശത്രുക്കളും കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഇക്കാരെയൊക്കെ സൂക്ഷിച്ചു വേണം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ടീമിനെ വരെ ബാധിക്കാന്ന്. ടീമിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്, അത് തന്നെ മതി. പിന്നെ ഇത് ശരി, ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചോളാന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ സോണിക്കും നോർത്തും കൂടെ വരുന്നത്. ഇവന്മാരൊരു കപ്പിളാണല്ലോ. ഇവർ വരുന്ന സമയത്ത് ബാത്റൂമിലേക്ക് നമ്മുടെ ബേബ് പോകുന്നു. ഈ സമയത്ത് ഇവന്മാരുടെ അടുത്ത് ഒരു ഹെൽപ്പായിട്ട് വേ ചോദിക്കുന്നുണ്ട് ചാർലീൻ്റെ മേലെ ഒരു കണ്ണ് വെക്കണമെന്ന്. അവൻ കാണുമ്പോൾ തന്നെ ഹാംലെസ് ആയിട്ട് ഒരു പപ്പീനെ പോലെ ഇന്നസെന്റ് ആയിട്ടല്ലേ ഉള്ളത്, പിന്നെന്തിനാന്ന് അവന്മാര് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു റെഡ് റേസിങ്ങിന്റെ കാര്യം വന്ന് ഓരോരുത്തരെ പോയിക്കൊണ്ടിരിക്കാണ്. പല കാര്യങ്ങളും നടക്കും. അതുകൊണ്ട് എന്തായാലും ഒരു കണ്ണ് വെച്ചേക്കെന്നാണ് വേ പറയുന്നത്. ഓക്കെ എന്ന് അവര് സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്താണ് ബേബ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇവര് സംസാരിച്ചിരുന്ന് കുറച്ച് കഴിയുമ്പം സോണിക്കും നോർത്തും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. നോർത്താണേല് വേയും ബേബും തമ്മിൽ എന്തോ ഉണ്ട്. അവരെ ലവേഴ്സ് ആവാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്ന്. ലവേഴ്സ് ഒന്നല്ല, അവരെ ഫ്രണ്ട്സിനെക്കാളും ഉപരിയാണെന്നാണ് സോണിക്ക് പറയുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഫ്രണ്ട്സിനെക്കാട്ടും ഉപരിയായിട്ട് ലവേഴ്സ് എന്ന് നോർത്ത്. എടാ മണ്ട, അതല്ല, 10 വർഷമായിട്ട് അവര് ഫ്രണ്ട്സ് ആണ്. സോ അവര് തമ്മിൽ ബ്രദർഹുഡ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് മോർ ദാൻ ഫ്രണ്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചതെന്ന് സോണിക്ക്. എന്തുകൊണ്ട് നോർത്തിന് അതങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. അടുത്ത സീനിൽ നമ്മുടെ ജെഫും അലനും കൂടെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പാണ് അങ്ങോട്ടേക്ക് ബേബും ചാർലിയും കൂടെ വരുന്നത്. അവരുടെ മിഷനും കൂടെ ഒന്നും കൂടെ ജെഫിനെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ജെഫാണെങ്കിൽ അവൻ്റെ പാട്ടിന് പോവാണ്. അലൻ വിളിക്കുന്നുണ്ട്, എന്നിട്ട് അവൻ മൈൻഡ് ആക്കാണ്ട് ഒരു മതിപ്പും കൊടുക്കാതെ പോകുന്ന കണ്ടിട്ട് ബാക്കിയുള്ളവനാണെങ്കിൽ അലനെ കളിയാക്കുവാണ്. ഈ സമയത്ത് വേ വന്നിട്ട് പറയുന്നു ഈ ഒരു X100 ടീമിൽ ഇല്ലാത്ത വേറെ ആരെയും, അതായത് പുറത്തുനിന്നുള്ള ആരെയും അകത്തേക്ക് കയറാൻ പറ്റത്തില്ലെന്ന്. പ്രത്യേകിച്ചും അവിടെ നിൽക്കുന്ന ചാർലിനെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. ഞാൻ ബേബിൻ്റെ കൂടെ വന്നത് എന്ന് ചാർലി പറയുന്നുണ്ട്. അവനെ ഞാൻ തന്നെയാണ് കൂട്ടിയിട്ട് വന്നത്. ഇവിടെ അലന് തന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ബേബ് പറയുന്നുണ്ട്. ഇവിടുത്തെ റൂള് അങ്ങനെയാണ്. ഗ്യാരേജിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്കോ അങ്ങനെ പുറമെ നിന്നുള്ളവർക്ക് വരാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് അത് മാറ്റണം എന്നാണോ എന്ന് ബേ ചോദിക്കുന്നുണ്ട്. അതോ അവന് നിന്റെ സെർവൻറ്റോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ കൂട്ടിയിട്ട് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ചെക്കൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇതിപ്പം വേക്ക് എന്താ പറ്റിയെന്ന് ബേബിനും മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ റൂൾസ് ബ്രേക്ക് ചെയ്യണ്ടെന്നുള്ള രീതിക്ക് ശരി നീ പോയി പുറത്തു നിന്നോളാൻ ചാർലീൻ്റെ അടുത്ത് ബേബ് പറയുന്നുണ്ട്. അവനും ചെറിയൊരു ഇഷ്ടക്കേടോടെയാണ് പോകുന്നത്. അവൻ പോകുന്ന സമയത്ത് വേ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ആരാ, നിന്റെ ഉദ്ദേശം എന്താ, നീ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സെക്സ് ബഡിയാണ്, വേറെ എന്താവാനാ, വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാണെന്ന് പറഞ്ഞ് ഇവൻ ഓർന്ന് പോവാണ്. ഇവിടെ അലനെ കാണാൻ വേണ്ടിയിട്ട് റെഡ് റേസിങ്ങിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ടോണീൻ്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. അലൻ്റെ ടീമിൽ നിന്ന് അവരുടെ ടീമിലേക്ക് ആളെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓപ്പോസിറ്റ് ടീമിന് ആൾക്കാരെ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ലെന്നാണ് അലൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസസ് ഇല്ലേ, ആദ്യം തന്നെ എടുത്തു ചാടാതെ ഓഫർ ചെയ്യേക്ക് എന്നും പറഞ്ഞ് എന്തോ ഒരു സംഭവം കൊടുത്തിട്ട് ബേബിനെ എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയാണ്. അതിപ്പോൾ ഇനി അലൻ മേടിക്കോ ഇല്ലയോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നോക്കാം.